ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജനുവരി 7-ാം തീയതി അബുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ, 7ാമത്തെ ബർത്ത്ഡേ. അപ്പം അതിൻ്റെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ പ്രിപ്പറേഷൻസും കേക്ക് കട്ടിങ്ങും എല്ലാം കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ശനിയാഴ്ച ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ റൂമെല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നേ. അബുക്കുട്ടനും അമീറ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 2 പേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരാഴ്ച മുന്നേ തന്നെ ഫ്ലാറ്റിലുള്ള അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ശനിയാഴ്ച എല്ലാവരും വരണം, വൈകിട്ട് 4:30-ക്കാണ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് കേക്ക് മുറിക്കാനും എല്ലാം പറ്റിയേ. അമീറയാണ് നമ്മുടെ ഹെൽപ്പർ, അപ്രൻറ്റീസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമീറയുടെ ഫ്രണ്ട്സ് വന്നു. ഒരു 3-4 ഗേൾസ് ഉണ്ട്, അതാണ് അമീറയുടെ ഗ്യാങ്. അവർ വന്നു, അതിൻ്റെ കൂട്ടത്തിൽ അമീറ കളിക്കുന്നു, നമ്മളെന്ത് പറഞ്ഞാലും അത് എടുത്തുകൊണ്ട് തരും. ഭയങ്കര എക്സൈറ്റഡാണ്. അബുക്കുട്ടനേക്കാളും എക്സൈറ്റ്മെൻറ്റ് അമീറക്കുട്ടിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും ഈ പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ ഓരോ പണിയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര മെനക്കേടായിട്ട്. പക്ഷെ അവരെ നമ്മളൊന്ന് കൂട്ടി നോക്കിക്കേ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവരുടെ ഈ ആവേശം കാണുമ്പം. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ അവരും കൂടുന്നതൊക്കെ. നമ്മളെല്ലാ കാര്യത്തിലും 2 പേരെയും കൂട്ടുവേ. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഭാഗം അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഈ അബുക്കുട്ടൻ ആദ്യം സമയങ്ങളിലൊക്കെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഒരു 3.5 വയസ്സ് വരെ അവന് നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി, ഇങ്ങനെ ഫോൺ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ. അതിനുശേഷം നമ്മൾ ഒഴിവാക്കി എല്ലാത്തിനും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും. പിന്നെ 4:30 ആയപ്പോഴത്തേക്ക് അബുക്കുട്ടൻ്റെ എല്ലാ കൂട്ടുകാരും വന്ന് കേക്ക് മുറിക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. കേക്ക് നമ്മൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് കേക്ക് കിട്ടി. പിന്നെ ഫുഡ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡ് നൈഫ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. നമുക്ക് പൊറോട്ടയും ബീഫും എങ്ങനെയാണോ അതുപോലെ തന്നെ അവർക്ക് ബർഗർ, പിസ്സ, ചിക്കൻ ഇതുപോലത്തെ ഉള്ള സാധനങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ വളരുന്ന പിള്ളേർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ അവരുടെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു നിമിഷം 1 മണിക്കൂറത്തെ ആഘോഷമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസ് കേക്ക് മുറിക്കാതെ തന്നെ വാരി കഴിക്കാനൊക്കെ നോക്കിയേ. നമ്മളത് തടയിട്ടു. കേക്ക് പിള്ളേർക്കെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. അതെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ്, പിന്നെ അവിടെ പിന്നെ അറ്റാക്ക് മോഡായിരുന്നു കേട്ടോ. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ സോസ് എല്ലാം എടുത്ത് കഴിച്ചു. എല്ലാവരും അവരവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ നല്ല മിടുക്കരി പിള്ളേരാണേ. അതിൻ്റെ കൂടെ അമീറയുടെ വക ഡാൻസ്, അമീറയുടെ വക പാട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ആമിക്കുട്ടി. പിന്നെ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് കൊടുക്കുകയും വെള്ളമെല്ലാം കൊടുത്ത് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം ഹാപ്പി ആയിട്ട് പോയി. കുറച്ച് നേരം അവിടെ വെളിയിൽ ഫ്ലോറിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അബുക്കുട്ടനാണെങ്കിൽ ഒരു വെനം മാസ്ക്, ഞാനത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തതേ ഉള്ളൂ, ഔട്ട്ലൈൻ. അവൻ തന്നെത്താനെ പെയിൻറ്റ് ചെയ്ത് അവന് താഴെ ഒരു ടൈ ഒക്കെ ആക്കി ഒരു മാസ്ക് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവൻ പറഞ്ഞത് അവൻ തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ മാസ്ക് എന്ന്. ആ മാസ്കും വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷെ അപ്പായും അമ്മയും സമ്മതിക്കാത്തതുകൊണ്ട് അവനത് വെച്ചില്ലേ. നമുക്ക് പേടിയാവും ഇതുപോലെയുള്ള വെനം മാസ്കും ഒക്കെ കാണുമ്പം. ഈ നിങ്ങളുടെ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? വെനം മാസ്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ ഇതെല്ലാം കാണാനും? സ്പൈഡർമാൻ, അങ്ങനെ അഡ്വഞ്ചർ സീൻസും അങ്ങനെയുള്ള എന്താ അതിന് പറയണേ, സൂപ്പർ ഹീറോസ്, ഇവരെയൊക്കെ കാണാൻ എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. നമ്മളൊക്കെ കാണുന്നതും പല കാര്യങ്ങളും അറിയുന്നതും പഠിക്കുന്നതുമല്ല ഈ പിള്ളേരുടെ കയ്യിൽ നിന്നല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടെ അബുക്കുട്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ നേർന്നുകൊണ്ട് കുവൈറ്റിൽ നിന്നും അപ്പ, അമ്മ, അമീറക്കുട്ടി. ലവ് യു മുത്തേ, ബായ്.